ഹായ് മക്കളെ, നമസ്കാരം. അടിസ്ഥാന പാഠാവലിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഏത് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്? കൊടിയേറ്റം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് സാർ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് സെറ്റായിക്ക്. വെറും 1-1.5 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം നമ്മൾ അങ്ങ് സെറ്റാക്കാൻ പോവാണ്. ഏതാണ് ചോദ്യം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ശങ്കരൻകുട്ടി. നമ്മുടെ പാഠഭാഗത്തുള്ള ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. ആ ശങ്കരൻകുട്ടിയെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുക. എങ്ങനെ ഉത്തരം എഴുതണം? ഇങ്ങനെ ഉത്തരം എഴുതണം. നോക്കിക്കേ, അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. കുട്ടികളോടൊപ്പം കളിച്ചും ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞു തിരിഞ്ഞും തികച്ചും അലസമായ ഒരു ജീവിതമായിരുന്നു അയാളുടേത്. വിവാഹശേഷവും ഭാര്യയോടോ കുഞ്ഞിനോടോ അയാൾക്ക് സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയോ പെരുമാറാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഭർത്താവിന്റെ സുരക്ഷിതത്വമോ ഉത്തരവാദിത്വ ബോധമോ ഒന്നും ശങ്കരൻകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഒരു ഘട്ടം വരെ ആരുടെ സ്വഭാവം? നമ്മുടെ ശങ്കരൻകുട്ടിയുടെ സ്വഭാവം. എന്തായിരുന്നു ഒരു ഘട്ടം വരെ ശങ്കരൻകുട്ടിയുടെ സ്വഭാവം? അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. കുട്ടികളോടൊപ്പം കളിച്ചും ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞു തിരിഞ്ഞും തികച്ചും അലസമായ ഒരു ജീവിതമായിരുന്നു അയാളുടേത്. വിവാഹശേഷവും ഭാര്യയോടോ കുഞ്ഞിനോടോ അയാൾക്ക് സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയോ പെരുമാറാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഭർത്താവിന്റെ സുരക്ഷിതത്വമോ ഉത്തരവാദിത്വ ബോധമോ ഒന്നും ശങ്കരൻകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ജീവിതത്തെ ഗൗരവബോധത്തോടെ കാണാത്ത അയാളിൽ പിന്നീട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് മാറ്റം ഉണ്ടായത്? ജോലി ചെയ്ത് പണം സമ്പാദിച്ചു. പിണങ്ങിപ്പോയ ഭാര്യയെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുന്ന ഒരു മികച്ച വ്യക്തിത്വത്തിന് അയാൾ ഉടമയാകുന്നു. സ്വാഭാവികമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഉയരാനുള്ള ശങ്കരൻകുട്ടിയുടെ ശ്രമമാണ് കൊടിയേറ്റം എന്ന സിനിമയിലൂടെ അടൂർ അവതരിപ്പിക്കുന്നത്. പിന്നീട് വന്ന മാറ്റം എന്താണ്? ജീവിതത്തെ ഗൗരവബോധത്തോടെ കാണാത്ത അയാളിൽ പിന്നീട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജോലി ചെയ്ത് പണം സമ്പാദിച്ചു. പിണങ്ങിപ്പോയ ഭാര്യയെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുന്ന ഒരു മികച്ച വ്യക്തിത്വത്തിന് അയാൾ ഉടമയാകുന്നു. സ്വാഭാവികമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഉയരാനുള്ള ശങ്കരൻകുട്ടിയുടെ ശ്രമമാണ് കൊടിയേറ്റം എന്ന സിനിമയിലൂടെ അടൂർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം മക്കളെ നിങ്ങളുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മാഷ് വിശ്വസിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്തേക്കുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോയിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.